പോയിപ്പോയ പ്രതാപങ്ങളുടെ ഹാങ് ഓവറിൽ നടക്കുന്ന ഒരു തിരുമേനിക്കുട്ടി എന്നുള്ളതിൽ കവിഞ്ഞ് രാധയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. വാരിക ചോദിച്ചപ്പോൾ കുട്ടി എഴുതിയ കവിത ഇതിലുണ്ടാവുമെന്ന് തീരെ കരുതിയില്ല. കവിത ഞാൻ വായിച്ചു. താരങ്ങൾക്ക് നൽകിയ അഞ്ജലി സങ്കല്പവും ആരോരും അറിയാത്ത മനസ്സിൻ്റെ ഭാവവും ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായി. മക്കൾക്കും അമ്മയുടെ അതേ ബുദ്ധിയും പ്രകൃതവും ഒക്കെ ആകിട്ടിരിക്കണേ. അവള് കവിത എഴുത്തിലും അക്ഷരശ്ലോകത്തിലും ഒക്കെ വലിയ കമ്പുള്ള ആളായിരുന്നേ. ശാകുന്തളവും മേഘസന്ദേശവും ഒക്കെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദയസ്ഥമായിരുന്നില്ലേ? പഠിക്കണ കാലത്ത് ഇക്കാര്യത്തിൽ രാധയേക്കാൾ കേമി ഉത്തരയായിരുന്നു. സമസ്യയിലെ ഞങ്ങൾ നമ്പൂരി സമുദായക്കാരുടെ ഒരു പ്രസിദ്ധീകരണ സമസ്യ, അതിൽ സ്ഥിരമായിട്ട് കവിത എഴുതുമായിരുന്നു. പിന്നെ വേളി കഴിഞ്ഞതോടെ ഒക്കെ പോയില്ലേ. മുറുക്കിക്കോളൂ. വേണ്ടായിരുന്നു. മുറുക്കണതൊക്കെ കൊള്ളാം. മിറ്റത്തെങ്ങാനും തുപ്പിയിട്ടാ കാലത്തിന്റെ വിധം മാറും. തുപ്പണമെന്നുള്ളവരെ തൊടിക്കപ്പുറം പോയി തുപ്പിക്കോണം. അയ്യോ, ഗിരിജക്കുട്ടി, ശിവൻ സാറിന്റെ ആഴ്ചപ്പതിപ്പ് വല്ലതും വാങ്ങി തരണോ? ദേ അപ്പോട്ടാ, നിങ്ങൾ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. കുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ ശിവൻ സാറിനെ കൊണ്ടേ പറ്റൂ. മര്യാദ പഠിപ്പിക്കാൻ ഇങ്ങ് വരട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ശിവൻ സാറിന് ഗിരിജയെ വലിയ ഇഷ്ടാ. തന്റെ കാര്യം എപ്പോഴും എന്നോട് പറയും. നാട്ടിലെ സാറിന് വളരെ ഇഷ്ടമുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. നന്നായിട്ട് കവിതയൊക്കെ എഴുതുമായിരുന്നു. ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഗിരിജയെ കണ്ട ആ മായയാണ് ഓർമ്മ വരികയെന്ന് സാർ എപ്പോഴും എന്നോട് പറയും. ചുമ്മാ കള്ളം. കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? കുട്ടിയെ സാറിന് ശരിക്കും ഇഷ്ടാ. ഓഫീസിന് കാവല് നിൽക്ക. വിലപിടിപ്പുള്ളിടത്തൊക്കെ ഒരു കാവല് നല്ലതല്ലേ? അമ്പലത്തിൽ പോയിട്ട് വരാണ്. എന്താ വിശേഷിച്ച്? ഇന്നെന്റെ പിറന്നാളാ. ആഹാ, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേറട്ടെ. വല്യമ്മാമ പറഞ്ഞു കേട്ടു കവിത എഴുതുമെന്ന്. മനസ്സിലുള്ളത് മുഴുവൻ എഴുതി കഴിഞ്ഞുവെന്ന് തോന്നിയതുകൊണ്ടാണോ ഈ മൗനം? വായിച്ചു മറന്ന 2 വരിയുണ്ട്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി. പാതി എപ്പോഴും നഷ്ടമാവുന്നു എല്ലാവർക്കും. പറയാനുള്ളതിലും അറിയാനുള്ളതിലും എഴുതണം. ആ സിദ്ധി നഷ്ടമാക്കരുത്. എഴുതാത്ത കവിതകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഇവിടെ. മനസ്സിന്റെ ജാലകവും തുറന്നപ്പോ മൗനത്തിന് എത്ര അർത്ഥതലങ്ങൾ. ഇനി ഞാൻ കാത്തിരിക്കും ഉത്തരയുടെ പുതിയ കവിതകൾക്കായി. എഴുതണം ഇനി. നല്ല ചേർച്ച. ഏന് വേണ്ട, ഇതൊക്കെ ഇട്ടുണ്ട് ഞാൻ വരില്ല എങ്ങോട്ടായാലും. അത് ശരി. ഈ വേഷത്തിലെങ്ങാനും എന്റെ അമ്മച്ചി തന്നെ കണ്ടാലുണ്ടല്ലോ, നല്ല ശേലായി എന്ന് പറഞ്ഞ അമ്മച്ചിയും പെങ്ങളെ അങ്ങ് കണ്ടുപിടിച്ച പോലാണല്ലോ. കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചു തന്നെ കൂട്ടിക്കോ. എന്നെ കെട്ടാൻ അമ്മച്ചി സമ്മതിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്റെ അമ്മച്ചി ഒരു പാവ. തമാശയ്ക്ക് പോലും നീ അവരെ വേദനിപ്പിക്കരുത്. ഇല്ല, എന്റെ ടോമിയുടെ അമ്മച്ചിയല്ലേ, ഞാൻ പൊന്നു പോലെ നോക്കും.